ഇതിപ്പോ ഞാൻ എന്തോന്ന് ചെയ്യും കർത്താവേ. ഈ ഫോൾഡറൊക്കെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാന്ന് ആവശ്യം? ഇത് വല്ല നടക്കൂടെ? ടോമി എന്തെങ്കിലും പറഞ്ഞോ? അല്ല എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഇല്ല, ഞാനേ ഈ ഫോൾഡർ കണ്ടുപിടിക്കാനുള്ള കോഡ് ഇങ്ങനെ ആലോചിക്കായിരുന്നു. നിനക്ക് ഏതൊക്കെ കോഡ് അറിയാം? അറിയില്ല, അതാണല്ലോ ഞാൻ ആലോചിച്ചോണ്ടിരുന്നത്. ഇനി പ്രോ കോഡായിരിക്കും. അല്ല, മിനി എവരെ കൊണ്ട് പറ്റുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെ വിളിക്കാം. നമ്മളൊരു കമ്പ്യൂട്ടർ ടെക്നീഷ്യനെ വിളിക്കാം. എവിടെ പോണു? ഇത് ടോമി തന്നെ ചെയ്താൽ മതി. എടാ ടോമി, നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എടാ നിന്നെ നിരുത്സാഹപ്പെടുത്തിട്ട് ടോമിന് പലതും പറയും. നീ അതിലൊന്നും തളരരുത്, പണിയെടുക്ക്. ടെക്നീഷ്യന്മാരെ വിളിച്ചത് ശരിയാക്കിക്കാം. വെറുതെ നമ്മുടെ സമയം കളയുന്നേ. സത്യം, എനിക്കും അത് തന്നെ പറയാനുള്ളത്. ഇപ്പൊ ടോമിക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. പറ്റിയില്ലെങ്കിൽ എന്നല്ല അവന് പറ്റൂല. അല്ല, ഈ ടെക്നീഷ്യന്മാർ ഇവിടെ വന്നാലും മേരിമേടെ അങ്ങനെ അറിഞ്ഞാലോ? കമ്പ്യൂട്ടർ സർവീസ് ചെയ്യാൻ വിളിച്ചാണെന്ന് പറയണം. പിന്നെ പുള്ളിക്കാരി ഇതിപ്പോ വിശ്വസിക്കും. അതെന്താ വിശ്വസിച്ചാ? എടാ കഴിഞ്ഞ ആഴ്ചയിലെ കമ്പനിയിൽ വന്നിട്ട് നമ്മുടെ എല്ലാ കമ്പ്യൂട്ടർ സർവീസ് പോയത്. ഇനി അടുത്ത 6 മാസം പണി തരാൻ നമ്മുടെ കാശ് മേടിച്ചോണ്ട്. അപ്പൊ ഇവന്മാര് എന്തിനാ വന്നേന്ന് മേരിമേടെ ചോദിച്ചത് എന്ത് പറയും? അല്ല, ആശ്ര പറഞ്ഞു ശരിയാട്ടോ. കഴിഞ്ഞ ടെക്നീഷ്യന്മാർ വന്ന സമയത്തെ മേരുമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം അവര് വന്നാൽ ഉറപ്പായിട്ട് ഇവിടെ തന്നെ വന്നിട്ടും. മനസ്സിലായോ? ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞു. എന്നും പറഞ്ഞ് പണി അറിഞ്ഞൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തിരിക്കുമ്പോ അവനെ കൊണ്ട് തന്നെ പണി എടുപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഇവിടെ എല്ലാവരും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ടോമിക്ക് ഒരു പ്രൈവസി കിട്ടുന്നത്. അതുകൊണ്ട് ടോമി നീ പണിയെടുത്തോ. നിങ്ങൾ എല്ലാവരും മാറി പറ്റും. അപ്പൊ പിന്നെ നിനക്കാണ് പ്രശ്നം. ഞാൻ കമ്പനി കുഴപ്പമില്ല, പോവാ. എടാ ടോമി, ഞാൻ നിനക്കായിട്ടൊരു അവസരം ഉണ്ടാക്കി തരിക. നീ എത്ര നാളെ ഈ ഓഫീസിൽ ഒരു കഴിവ് കെട്ടവനായിട്ട് ജീവിക്കണം. ഇത് നിന്റെ കഴിവ് തെളിയിക്കാൻ കിട്ടിയ അവസരം. നീ ട്രൈ ചെയ്യും. എടാ എന്റെ അമ്മയാണ് എനിക്ക് ഇതിനകത്തുള്ള ഒരു കുണ്ടാമണ്ടി അറിഞ്ഞൂടാ. ഞാൻ വല്ലതും വെച്ചപ്പോൾ ഇതിലുള്ള ഫോൾഡർ കൊണ്ട് ഡിലീറ്റ് ആയി പോകും. നീ ഒരുമാതിരി മാസം കാണിക്കാന്ന് വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഒരുമാതിരി ഏറി കിടന്ന പരിപാടി കാണിക്കില്ലേ? എടാ നീ നിനക്ക് പറ്റണ പോലെയൊക്കെ ഒന്ന് ചെയ്യും. ഇനി അതും പറ്റില്ല, നീ യൂട്യൂബിൽ കയറി എന്തെങ്കിലും വീഡിയോ ഒക്കെ ഒന്ന് കാണും. ഇനി അഥവാ അതും പറ്റിയില്ലെങ്കിൽ നീ ChatGPT സഹായങ്ങൾ നേടും. എടാ നീ എന്തിനാണ് എനിക്ക് ഇങ്ങനെ അനാവശ്യ മോട്ടിവേഷൻ തരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നിനക്കിനി വേറെ വല്ല പ്ലാൻ ഉണ്ട്? ഇത് വല്ല പ്രാങ്ക് ആണോ? എടാ പ്രാങ്കോ? ഈ ഓഫീസിലുള്ളവരെല്ലാവരും പ്രാങ്ക് പിടിച്ചെടുക്കാം. അവിടെ ഒരു പ്രാങ്ക്. എടാ നീ ഒന്ന് ട്രൈ ചെയ്യടാ. ഇതിപ്പോ എവിടെ പിടിച്ച് ഞെക്കും? ഇതാണ് നീ റെഡിയൊക്കെ ആരും കൂടി വരാൻ ഞാൻ നോക്കിക്കോളാം. ഇതല്ലാണ്? അതല്ല. അയ്യോ അയ്യോ, ട്രൈ ചെയ്യ. എടാ ആ മൗസിലൊക്കെ മര്യാദ പിടിക്കടാ. ഇങ്ങനെ പിടിക്കുക. എന്തോ കാര്യമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ ജോമി. സംതിങ് ഫിഷി. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതെ, നടക്കുന്നുണ്ട്. മീനു കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച കുറച്ച് ഫയൽസ് കാണാതായി. അതൊക്കെ അന്വേഷിച്ച് നമ്മൾ അങ്ങോട്ട് കൂടെ നടക്കല്ലേ? അതല്ല, പിന്നെ ഇതിന്റെ പിന്നിൽ എന്തോ കളികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താ ജോമിക്ക് അങ്ങനെ തോന്നാൻ? ആ ലാസറിന്റെ പെരുമാറ്റം കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയ? അവൻ എന്തോ കാര്യമായിട്ട് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നില്ലേ? അവന്റെ ചാടിയുള്ള നിപ്പും. അത് ചിലപ്പോൾ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്തായിരിക്കും. നമ്മൾ മുമ്പ് ആളെ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊന്നും കയറ്റാറില്ലല്ലോ. ഇപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും ലാസറിനല്ലേ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോ എല്ലാം കൂടെ ഒന്നിച്ച് വന്ന് ആളുടെ ഇത് പൊട്ടിപ്പോകുന്നതായിരിക്കും. അങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരുത്തനല്ല അവൻ. ഇതിന്റെ പുറകിൽ എന്തോ കളികളുണ്ട്. ജോമി, ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. അല്ലേ തന്നെ നിങ്ങളുടെ ആന്റി ആയിട്ട് തെറ്റിയിട്ട് അവൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നത്. ഏത് വഴിക്ക് ആന്റി പണി കൊടുക്കുമെന്ന് പോലും അവനറിയില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളായിട്ട് അവനെ സംശയിച്ചാലേ അവൻ തകർന്നു പോകും. പിന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാലും പുറത്തുപോയി എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിക്കാൻ പറ്റും. പക്ഷെ ലാസറിന്റെ കാര്യം അങ്ങനെയാണോ? അല്ല, അവൻ കുഴപ്പക്കാരനാണെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് എന്തൊക്കെയോ ഇതിന്റെ പിന്നിൽ ഒരു കളികളുള്ളത് പോലെ ഫീൽ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞതാണ്. ഞാനും ദേഷ്യം പറഞ്ഞ തന്നെ പറയുന്നത്.
ചിലപ്പോൾ അവനെ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് അവൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റും എന്നൊക്കെ കാണിച്ച് നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവൻ്റെ എല്ലാ പ്ലാനുകളും അങ്ങനെ വർക്ക് ആവില്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻസ് പോയില്ലേ. അത് തൽക്കാലം വേണ്ട, അവൻ ചെയ്യാനുള്ളത് ചെയ്യട്ടെ, നമുക്ക് നോക്കാം അവനെ കൊണ്ട് പറ്റുമെന്ന്. പറ്റില്ല എന്ന് അവൻ തന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്ലാൻ നോക്കാമല്ലോ. അത് മതിയല്ലേ? പിന്നെ മതി, അത് മതി. മതി, എനിക്ക് മതി. മതിയാവില്ല, ഇതുകൊണ്ടൊന്നും എനിക്ക് മതിയാവില്ല. അവന്മാരെന്റെ കാൽക്കൽ വീഴണം, എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. മേഡം, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. നീ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്, എനിക്കതിൽ നന്ദിയും ഉണ്ട്. നീ നമ്മുടെ കുടുംബത്തോട് കൂറുള്ളവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിന്നെ കൊണ്ട് ഈ പണിയൊക്കെ അടുപ്പിച്ച് മുതലെടുക്കുവാണെന്ന് നിനക്ക് വല്ല തോന്നലുണ്ടോ? നീ അങ്ങനെ വിചാരിക്കരുത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. അയ്യോ മേഡം, അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. അവരെന്നെ വിശ്വസിക്കുമ്പോൾ ഞാൻ അവരെ ചതിക്കുകയാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇനി അങ്ങനെ തോന്നൽ വരുമ്പോഴേ നമ്മുടെ കുടുംബത്തെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. തലമുറകളായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ എന്തുണ്ടാവുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കേ. മേഡം, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ടോമിയെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കാരണം അവൻ കമ്പ്യൂട്ടറിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ചുമ്മാ തിത്തിത്താരി കളിക്കുക. അല്ലെങ്കിൽ എൻ്റെ ആങ്ങളമാരുടെ 2 മക്കളെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവന്മാർ ഈ കമ്പനി എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാണെന്ന് തന്നെയാണ് എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാത്തത്. ആ പെങ്കൊച്ചിൻ്റെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയെങ്കിലും അവൻ എന്തെങ്കിലും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ടോമിയുടെ അടുത്തേക്ക് ആരും എത്താതിരിക്കാനുള്ള മാക്സിമം കളികളെ ഞാൻ കളിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആളുകളൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ലാണ്ടിരിക്കാൻ. പക്ഷേ ടോമിയുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്കിലേക്ക് എത്തുന്ന വരെയല്ലോ ഇതൊക്കെ. കാരണം അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ അറിയാൻ പറ്റില്ലേ ഇവന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാന്ന്. അപ്പം പിന്നെ എന്ത് ചെയ്യും? ഇതിലിപ്പോൾ എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല. ഇതിപ്പോൾ അവനെ കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടേണ്ടുന്നതാണ്. അവൻ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഫോൾഡറുകൾ നമ്മൾ വെച്ചിരിക്കുന്നത്. ആ സാധ്യതകൾ അവനൊന്ന് പരിശോധിച്ചാൽ തന്നെ മതിയായിരുന്നു. ഷോ, എന്തായാലും ടോമി അത് ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ക്ലൂ അവൻ ഇട്ട് കൊടുക്കേണ്ടി വരും. എന്ത് ക്ലൂ ഇട്ട് കൊടുക്കാൻ? ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, നീ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. എന്താ ഐഡിയ? പറഞ്ഞുതരാം. കീബോർഡിലൊക്കെ എന്തിനാണ് ഇത്ര കീ? ഇതൊക്കെ എന്തോന്നുണ്ടാ ഞാൻ ഉണ്ടാക്കുന്ന ദൈവമേ. ഏത് സമയത്ത് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നിയോ? എന്തായി ടോമി, നടക്കൂ? ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ടോമി ഇതിനെ സ്ട്രെയിൻ ചെയ്യണ്ട. ഇതിപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതല്ലേ, അതൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. ഇതിലൊക്കെ എന്തിരിക്കുന്നു മീനു? ബൈ ദ വേ, മീനു ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നില്ലല്ലോ. അറിയാതെ പറ്റുന്നില്ലേ? പക്ഷെ ആ മേരിമയുടെ അവസരം എന്തായാലും മുതലെടുക്കും. എന്നോട് എങ്ങനെയും പുറത്താക്കും. എന്നാ ആ തള്ള വിവരമായി. ഞാനിവിടെ ജീവനോടെ ഉള്ളപ്പോൾ മീനുവിനെ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടാൻ പോണില്ല. അതുകൊട്ടെ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. മീനൊന്നും വരാതെ നമ്മൾ നോക്കിക്കോളാം, പേടിക്കണ്ട. പേടിയില്ല ടോമി. ടോമിയുടെ ഉള്ളപ്പോൾ എനിക്കൊരു പേടിയില്ല. എന്നാ ഞാൻ ചെല്ലട്ടെ? Oh my God, what's happening here? ജോമി, സ്വഭാവത്തിലേക്ക് തിരിച്ചു. നിനക്ക് ഒരുപാട് പണികൾ ഇവിടെ ചെയ്യാറുണ്ട്. ലോട്ട്സ് ഓഫ് വർക്ക് ടു ഡു. കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഇനി ചെറിയൊരു പുഷ് കൂടെ കൊടുത്താൽ മതി. കഥകളൊക്കെ ഇനി വേറെ ലെവലിലേക്ക് ടു ബി കണ്ടിന്യൂഡ്.